ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന 2 എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാം കേട്ടോ. പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ. ഇന്നലെ റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതെ പോയത്. പിന്നെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാം ഈ റിവ്യൂയിലേക്ക്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. അപ്പോൾ രവീന്ദ്രനെ വർഷയുടെ അച്ഛൻ വിളിച്ചിരിക്കുകയാണ്, തന്നെ എനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, എന്തായാലും എന്നെ കാണണമെങ്കിൽ ആ സ്ഥലവും സമയവും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ യൂണിയൻ ഓഫീസിൽ മറ്റൊരാൾ വന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല അയാൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, അറിയില്ല എന്തിനാണാവോ വിളിച്ചത്, പഴയതുപോലത്തെ ഗൗരവമൊന്നുമില്ല, കുറച്ച് ഒതുക്കത്തിലാണ് സംസാരിച്ചത്, എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും അയാൾ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സമയമൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ അമ്മയാണ്. അപ്പോൾ അവർ പറയുകയാണ്, കണ്ടില്ലേ ഏട്ടാ, അയാൾ എത്ര മര്യാദകേടായിട്ടാണ് ഏട്ടനോട് സംസാരിച്ചത്, ഏട്ടൻ കേൾക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇയാൾ പറയുകയാണ്, ആ നിൻ്റെ മോൾ ഒറ്റൊരുത്തി കാരണം ഇപ്പം അയാളുടെ കാല് പിടിക്കേണ്ട അവസ്ഥയായിപ്പോയി, ഇനി ഒരിക്കലും അയാളെ കാണരുതെന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയണം, ഓ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാത്രം എൻ്റെ മകള്, അല്ലാത്തപ്പോഴോ നിങ്ങളുടെ മകള് അല്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളാണ് അമിത സ്വാതന്ത്ര്യം കൊടുത്ത് അവളെ അങ്ങനെ ആക്കിയത്. ആ പയ്യൻ്റെ ഒപ്പം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അത് വെട്ടിമുറിച്ച് ദൂരെ കളയേണ്ട ബന്ധമാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു, പക്ഷേ അത് ചെയ്യാതെ വിട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നമായി മാറിയെന്ന് പറയാട്ടോ. ഏട്ടാ, നാട്ടുകാരെങ്ങാനും ആ ചെയ്ത് കൂട്ടിയതൊക്കെ കണ്ടിരുന്നെങ്കിൽ നമ്മളുടെ കുടുംബത്തെക്കുറിച്ചിട്ട് അവർ എന്ത് വിചാരിക്കുമായിരുന്നു എന്ന് നോക്കിയാണ്. അപ്പോഴേക്കും ഇയാൾ പറയുകയാണ്, അത് ശരിയാണ്, അവൾക്ക് സ്നേഹം കൊടുത്ത് വളർത്തിയെന്നാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഇപ്പം നമ്മൾ പറയുന്നതൊന്നും അവൾ കേൾക്കില്ല, എന്തായാലും അവൾ വീട്ടിൽ വരട്ടെ എന്ന് അമ്മ പറയുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, ദേ വീട്ടിൽ വരുമ്പോൾ നീ ചോദിക്കാനും പറയാനായിട്ടൊന്നും നിൽക്കണ്ട, എന്തായാലും നമ്മളന്ന് ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടിട്ടാണ് അവൾ ഇത്രയധികം കാണിച്ചു കൂട്ടിയത്, ഇനി ഇത് ചോദിച്ച് അതിൻ്റെ പുറകെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും നല്ലത് ഞാൻ രവീന്ദ്രനെ കണ്ട് അയാളെ കൊണ്ട് ഈ പ്രശ്നമൊന്ന് സോൾവ് ചെയ്യിക്കാൻ നോക്കാം, എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം, നീ ശാന്തയായിട്ടിരിക്കൂ ഓക്കെ, അങ്ങനെ പറയാണ്. അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രേവതി സാരിയെ കൊടുത്ത് സൈക്കിളൊക്കെ ചവിട്ടി വരികയാണ്. അപ്പോൾ ഒരു ഹാൻഡിലാണെങ്കിൽ നമ്മുടെ വലിയൊരു രണ്ട് മീൻ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന അയൽവക്കത്ത് ഒരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മോളെ നിൻ്റെ ഭർത്താവ് വരാനായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിക്കുകയാണ്, അല്ല ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി, അല്ല ഈ മീനൊക്കെ ആയിട്ട് നീ വരുന്നത് കണ്ടറിയില്ലേ, മുഖത്തെ ആ ഒരു പ്രസാദം കണ്ടാൽ അറിയാം ഭർത്താവ് വരുന്നുണ്ടെന്ന്, എന്താടി കർക്കിടകമായിട്ട് പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ നിൻ്റെ ഭർത്താവിന് സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് 2 സ്ത്രീകൾ വേറെയും വരുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത് തന്നെ ഇവൾ ഗർഭിണിയാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നാണമായിട്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ്. ചേച്ചിമാരെ എനിക്ക് പറഞ്ഞു നിൽക്കാൻ സമയമില്ല, എനിക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണം, ഞാൻ വീട്ടിലോട്ട് പോട്ടെ, വഴി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വണ്ടിയുമായിട്ട് വരികയാണ് കേട്ടോ. വണ്ടിയല്ല, സൈക്കിളുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അടുത്ത സീനിൽ രേവതിയുടെ അമ്മേനെ അനിയനെയും അനിയത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, ചേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയും ചെയ്തു, അതിനുശേഷം പെട്ടെന്ന് ഒന്നും പറയാതെ അവൾ പെട്ടെന്ന് ധൃതിയിൽ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു, എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അനിയൻ ചോദിക്കുകയാണ്, അമ്മയോടൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ അമ്മ പറയുകയാണ്, ഇല്ല അവൾ എന്നോടൊന്നും പറഞ്ഞില്ലടാ, എന്താണാവോ അവൾ പെട്ടെന്ന് പോയത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു കയ്യിൽ കുറേ മീനൊക്കെ ആയിട്ട്, കുറേ അല്ല ഒരു 3-4 വലിയ മീനൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുകയാണ്, ഇതെന്താ മീനൊക്കെ ആയിട്ട്, എന്താ സച്ചി വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ സച്ചേട്ടൻ വരും, അതാണ് ഞാൻ മീനൊക്കെ ആയിട്ട് വന്നത്, വേഗം വാ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയുകയാണ്, എടി ഇതൊക്കെ ശരിയല്ലടി, ഈ കർക്കിടക മാസമായിട്ട് അവൻ വന്നാൽ ശരിയാവില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുക, അതെന്താ അമ്മേ സച്ചേട്ടൻ ഇവിടെ വരാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറയുകയാണ്, മോളെ അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ. അമ്മ എന്തിനാമ്മേ ഭയപ്പെടുന്നത്, ഹൗസ് ഓണർ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ടാണോ? അയാൾ തന്നെ ആ നടന്ന സംഭവം മറന്നുപോയി, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറയണേ, അതുകൊണ്ടല്ലടി, നമ്മുടെ കർക്കിടക മാസത്തിലെ ഭാര്യയും ഭർത്താവും ഒന്നിക്കരുതെന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ അവനിവിടെ വന്നു കഴിഞ്ഞാലെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയണം, അതാണോ പ്രശ്നം? അമ്മേ ആടിമാസത്തിൽ, ആടിയല്ല കർക്കിടക മാസത്തിൽ
ഭക്ഷണം ഭാര്യ ഭർത്താവിന് വിളമ്പി കൊടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഭർത്താവിന് ഉണ്ടാക്കിയും വിളമ്പിയൊക്കെ കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? അമ്മ ഒന്ന് മാറി എന്ന് പറയാണ്. അവരവരുടെ വീട്ടിൽ ഞാനുണ്ടെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടായില്ല. വിശക്കുന്നു, ഞാൻ വരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. വിശക്കുന്നു, വരട്ടെ, ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് ഇല്ല വരണ്ട എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? എനിക്കങ്ങനെ പറയാൻ പറ്റുമോ അമ്മ? അമ്മ ഒന്ന് മാറി, എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, എടി അത് ശരിയാവില്ലടി, വിശക്കുന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെ നിന്നെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിച്ചോളാൻ പറയാമായിരുന്നില്ലേ നിനക്ക്, ഇങ്ങോട്ട് വരുത്തണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിയുടെ അനിയത്തി പറയാണ്, അമ്മേ ഏട്ടൻ വരുന്നതിന് എന്താ കുഴപ്പം, ഏട്ടനോട് വരാൻ പറ ചേച്ചി എന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, എടി നീ ഒന്നും മിണ്ടാതിരിക്കും, നിനക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി അമ്മയോട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അമ്മേ എല്ലാവരുടെയും മരുമക്കളോട് വരൂന്നേ പറയുള്ളൂ, അമ്മ മാത്രം എന്താണ് വരാമെന്ന് പറഞ്ഞ മരുമകനോട് വരണ്ടാന്ന് പറയിപ്പിക്കുന്നത്? അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? എന്തായാലും എൻ്റെ ഭർത്താവിന് വിശന്നിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്, അപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഇനിയിപ്പം അമ്മയ്ക്ക് സച്ചിയേട്ടൻ്റെ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാനും വരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് സച്ചിയേട്ടൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നോളാന്ന് പറയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയാണ്, എടി നീ അങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ച രേവതി. എടി രേവതി, എല്ലാവരും കേൾക്കും, നീ അകത്തേക്ക് വാ, അകത്ത് നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. എടി വേറെ ഏതെങ്കിലും സമയത്ത് സച്ചി വന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് ഞാൻ പറയുമോ? സച്ചി വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് സച്ചി വന്നത് എങ്ങാനും നിൻ്റെ അമ്മായിമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി വിഷയം ഉണ്ടാകാനായിട്ട്, നമ്മൾ അവരോട് എന്ത് സമാധാനം പറയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അവരോട് എന്ത് സമാധാനം പറയാൻ? അവരെങ്ങനെ അറിയാനായിട്ടാണ് സച്ചിയേട്ടൻ ഇവിടെ വന്നു ഇല്ലേന്നുള്ളത്? എന്തായാലും ഇവിടെ തങ്ങാനായിട്ടൊന്നുമല്ലല്ലോ സച്ചി വന്നത്, ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോളൂല്ലേ. അപ്പോഴേക്കും അനിയൻ പറയാണ്, സച്ചിയേട്ടന് വല്ല കാലത്തോടെ വരുന്നത്, അമ്മ ഇങ്ങനെ പറയണേ എന്തിനാ, സച്ചിയേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ അമ്മ അവസാനം സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ രേവതിയോട് ചോദിക്കുകയാണ്, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ സച്ചി പൊയ്ക്കോളൂ അല്ലേ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയാണ്, ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ തന്നെ പോകും, ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നേരം ഇരുന്നിട്ടേ പോവുള്ളൂ, എനിക്കെങ്ങനെ അറിയാനാന്ന് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കാനായിട്ടാന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മയോട് പറയാണ്, അമ്മ ഒന്ന് മാറി, ഞാൻ തന്നെ മീൻ കറി വെച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ അമ്മ പറയാണ്, എടി ഞാൻ വെച്ചോളാം, നീ വെച്ചാൽ ശരിയാവില്ല, എടാ മോനെ നീ എന്തായാലും ചേട്ടൻ വരുന്നതല്ലേ, കൂൾ ഡ്രിങ്ക്സ് മേടിച്ചിട്ട് വരാൻ പറയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ്, ഓഹോ ഇപ്പോൾ മരുമകൻ വന്നതിൻ്റെ സന്തോഷമൊക്കെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അമ്മ പറയാണ്, എടി സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞെടി, ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ എന്തായാലും സച്ചിക്കുള്ള ഭക്ഷണം രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും കൂടെ തയ്യാറാക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടേക്ക് നമ്മുടെ ശ്രുതി വരികയാണ്. അപ്പോൾ ജോലിയൊക്കെ കളഞ്ഞു കുളിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ അവളോട് പറയും എന്നിങ്ങനെ ആലോചിച്ചാണ് വരുന്നത്. എന്തായാലും അവിടെയുള്ള ആ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, അല്ല ശ്രുതി ഇല്ല ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റാഫ് പറയാണ്, മാഡം ഇവിടെ ഇല്ലല്ലോ സാർ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇറങ്ങിയത്, ഇനി എങ്ങോട്ട് പോയിട്ടുണ്ടാവും, എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആണെങ്കിലോ ശ്രുതിയുടെ വീട്ടിൽ കൊച്ചിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ശ്രുതിയുടെ കോൾ വരുന്നത്. അപ്പോൾ കൊച്ചിനോട് ശ്രുതി പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും മോനെ, നിലത്ത് വീഴ്ത്താതെ ഭക്ഷണം കഴിക്കുക, ഞാൻ നിനക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് മേടിച്ചിടാന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതും കൊച്ച് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഫോണുമായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയും ശ്രുതി എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാതെ പറയാണ്, ഞാൻ പാർലറിലുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ല നീ പാർലറിലോ? ഞാനിപ്പോൾ നമ്മുടെ പാർലറിലാണ് നിൽക്കുന്നത്, ഞാനിവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നീ ഇവിടെ ഇല്ലയെന്നാണല്ലോ പറഞ്ഞത്, നീ സ്റ്റാഫ് നുണ പറയുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. നീ അകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാവട്ടെ. ശ്രുതി വേഗം തന്നെ പറയാണ്, അയ്യോ നമ്മുടെ പാർലറിലല്ല ഞാനുള്ളത്, എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറിലാണ്, അവൾക്ക് പെട്ടെന്ന് കുറച്ച് ബ്രൈഡൽ വർക്കുകൾ വന്നു, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം എന്നെയും കൂടെ വിളിച്ചു, അത് കാരണം ഞാൻ അവിടേക്ക് പോയതാന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ്, നീ വെറുതെ അവർക്ക് ചെയ്തു കൊടുക്കുന്നല്ലോ, പേയ്മെൻറ്റ് മേടിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ മറക്കാതെ പേയ്മെൻറ്റ് മേടിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. എൻ്റെ ജോലി ഇന്ന് എങ്ങനെ പോയി എന്ന് ചോദിക്കാം കേട്ടോ ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയാണ്, ജോലി മൊത്തത്തിൽ പോയി. അപ്പോൾ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ എന്തെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ശ്രുതി ഇന്ന് പെട്ടെന്ന് ജോലി കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അതായിരുന്നോ, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ പാർലറിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങടേക്ക് വന്നോളാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഇവിടെ വെച്ച് പറയണ്ട, വീട്ടിൽ വന്നതിന് ശേഷം ഇവളോട് കാര്യം പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയും പോവാണ്.
അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ വീട്ടിൽ വന്നതും വേഗം തന്നെ അനിയത്തിയും അമ്മയും കൂടെ ചേട്ടാ വേഗം വാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ സച്ചി കയറി വന്ന ഉടനെ തന്നെ പറയുകയാണ്, ഓ ഇന്ന് മീൻ കറി വെച്ചിട്ടുണ്ടല്ലേ, നല്ല മണമുണ്ട്, എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന അതേപോലത്തെ മണമുണ്ട് മീൻ കറിക്ക് എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്തായാലും നന്നായിട്ട് വിശക്കുന്നു രേവതി, എനിക്ക് വേഗം ഭക്ഷണം തരാൻ പറയാണ്. അപ്പോഴത്തേക്കും അനിയൻ കൂൾ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ അനിയൻ്റെ കയ്യിൽ കൂൾ ഡ്രിങ്ക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി വിചാരിക്കുകയാണ് ഇത് വല്ല ചാരായമാണോ അങ്ങനത്തെ ഒരു കളറിലാണ് ഇരിക്കുന്നത്, ബ്രാൻഡി അതിൻ്റെ കളറിലായിരിക്കുന്നത്. അപ്പോഴത്തേക്കും അനിയനോട് ചോദിക്കുകയാണ്, എടാ നിൻ്റെ കയ്യിൽ ഇത് എന്താടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അനിയൻ പറയുകയാണ്, ഇത് കൂൾ ഡ്രിങ്ക്സ് ആണ് ചേട്ടൻ വരുന്നത് കാരണം സ്പെഷ്യലായിട്ട് മേടിച്ചാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, ഓ കൂൾ ഡ്രിങ്ക്സ് ആയിരുന്നല്ലേ, ഞാൻ മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു, എന്തായാലും രേവതി ഭക്ഷണം എടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ അമ്മയാണെങ്കിൽ ധൃതി കൂട്ടി ഭക്ഷണം എടുക്കാം കേട്ടോ, വേഗം കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നൊക്കെ വിളമ്പുവാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. അങ്ങനെ സച്ചി കഴിച്ചിട്ട് പറയുകയാണ്, എന്തൊരു നല്ല ടേസ്റ്റാണ് രേവതി, എന്തൊരു നല്ല മണമാണ്, എന്തൊരു നല്ലൊരു മണമാണെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തി വയ്ക്കുകയാണ്, അല്ല ഏട്ടാ വീട്ടിൽ ചെന്ന് എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മ ഒന്നും ഉണ്ടാക്കാതെ പാത്രമൊക്കെ കഴുകി വെച്ച് ഉള്ളത് അമ്മയും കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി, അതുകൊണ്ടാണ് വിശന്നപ്പോൾ ഞാൻ രേവതിയെ വിളിച്ചതെന്ന് പറയാൻ കേട്ടോ. ഇതൊന്നും നിൻ്റെ ചേച്ചി നിന്നോട് പറഞ്ഞില്ലേ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, അതൊക്കെ പോട്ടെ കഴിക്ക് സച്ചി ഏട്ടാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയുകയാണ്, മോനെ വേഗം കഴിക്ക് പോകാനുള്ളതല്ലേ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി അമ്മനെ നോക്കിയിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, അല്ല മോളെ വിശക്കുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഓട്ടം ഓടിക്കാൻ പോകാനായിട്ടുള്ളതല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതിയുടെ അനിയത്തിയോടും അതുപോലെ തന്നെ അനിയനോടും സച്ചി പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും നോക്കിയിരിക്കുന്നത് നിങ്ങളും ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ഇരുത്തി കഴിപ്പിക്കുകയാണ്. അങ്ങനെ അവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഷെയറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല രസമുണ്ട് ഇത് പണ്ടത്തെ ഒരു കാലത്തേക്ക് കടന്നുപോയി. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയാണ് അമ്മാവന്മാർ നമുക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കും. അമ്മാമ്മയും അച്ചാച്ചനും അമ്മാവന്മാരും ഒക്കെ ആയിട്ട് നല്ലൊരു ഭയങ്കര സുഖകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അതൊക്കെ ഓർമ്മയിൽ വരുന്നു. അപ്പോൾ എന്തായാലും സച്ചി പറയുകയാണ്, എന്തായാലും എടി സൂപ്പറായിട്ടുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിക്കുകയാണ്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇത് കേട്ടത് രേവതിയുടെ അമ്മ ആകെ ടെൻഷൻ ആവട്ടെ. രേവതിയുടെ അമ്മ പറയുകയാണ്, അത് പിന്നെ മോന് ബുദ്ധിമുട്ടാവില്ലേ ഇത്രയും ദൂരെയൊക്കെ വരിക. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ കണ്ണ് ഉരുട്ടി അമ്മേനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുകയാണ്, ഇല്ലമ്മേ ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പം നല്ല നല്ല ഭക്ഷണം കിട്ടുന്നിടത്തേക്ക് എത്ര ദൂരത്ത് വേണമെങ്കിലും സഞ്ചരിച്ച് ആ ഭക്ഷണം കഴിക്കാൻ ചെല്ലാമെന്നാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രേവതിയുടെ ആങ്ങളെ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സച്ചി ഏട്ടാ, അതാരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അതാരാ പറഞ്ഞതെന്നൊന്നും ചിന്തിക്കൊന്നും വേണ്ട, നല്ല തത്വങ്ങളാണെങ്കിൽ അത് നമ്മൾ മനസ്സിലോട്ട് എടുക്കണം, അതാരാ പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് രേവതിയുടെ അമ്മ ആകെ കൂടെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയുടെ അനിയത്തി പറയുകയാണ്, അത് ശരി ചേട്ടാ, ചേട്ടൻ ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ചേട്ടൻ വരുന്ന ദിവസം ചേച്ചി നല്ല നല്ല ടേസ്റ്റുള്ള പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാമല്ലോ, ചേട്ടൻ എന്തായാലും വരണം കേട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ ഞെട്ടുകയാണ്. രേവതിയുടെ അമ്മ പറയുകയാണ്, എടി ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയാണ്, അത് ശരിയാണ് അമ്മ പറഞ്ഞത്, മിണ്ടാതെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ നമ്മുടെ ആരോഗ്യത്തിൽ പിടിക്കില്ല, നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാണ്. സച്ചിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല, പക്ഷേ രേവതിക്ക് മനസ്സിലായി സച്ചിയെ പറഞ്ഞു വിടാനായിട്ടുള്ളൊരു തന്ത്രമാണ് അമ്മ ഈ പയറ്റുന്നതെന്നുള്ളത്. അങ്ങനെ സച്ചിയോട് അമ്മ ചോദിക്കുകയാണ്, മോനെ കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ്, അമ്മ ഇപ്പോഴല്ലേ സച്ചിയേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മ ഇതിനെ അങ്ങനെ ചോദിക്കുന്നത്, സച്ചിയേട്ടാ ഇനിയും ചോറിട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സച്ചി പറയാണ്, വേഗം ചോറിട്, എന്നിട്ട് കുറേ കൂടെ കറി ഒഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് രേവതി, ഞാൻ എന്തോരം വേണമെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് ഇതിനിടയിൽ. അങ്ങനെ സച്ചിയോട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുകയാണ്, മോന് പോകാൻ സമയമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഇല്ല എനിക്ക് ഓട്ടോ ഒന്നും വന്നിട്ടില്ല, അത് കാരണം പെട്ടെന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ഫോൺ എവിടെയെന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മ ഫോൺ ഇവിടെ ഉണ്ട്, ഇനി ഓട്ടം മിസ് ചെയ്യേണ്ട മോനെ, വേഗം പൊയ്ക്കോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ഇല്ലെന്നേ ഒരു കുഴപ്പമില്ല, എന്തായാലും രേവതി അമ്മയ്ക്കൊരു പരിഭ്രാന്തി പോലെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതി പറയാണ്, അതൊന്നുമില്ല സച്ചി ചേട്ടാ, അമ്മയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അത് കാരണമുള്ളൊരു ബുദ്ധിമുട്ടാന്ന് പറയുകയാണ്. അയ്യോ വേഗം പോയിട്ട് അമ്മ ഭക്ഷണം കഴിക്കുക, നീ പോയി ഭക്ഷണം കഴിക്കുക രേവതി, ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്നിട്ടൊക്കെ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടത് രേവതിയുടെ അമ്മയുടെ നെഞ്ച് തകരുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി വേഗം തന്നെ ഒരു പായൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു, ഇനി കുറച്ച് ഉറങ്ങിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി കിടക്കുകയാണ്. രേവതിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. സച്ചി റൂമിൽ ചെന്ന് കിടന്നതും രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്, എടി നീയല്ലേ പറഞ്ഞോ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ മരുമം പോകുന്നു, ഇപ്പം എന്തെങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എപ്പോഴാണ് പോകുന്നതെന്നുള്ളത്, പൊക്കൂടെ എന്ന് പറയാൻ പറ്റുമോ, അപ്പോൾ കിടക്കട്ടെ, വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു, ഇനി ഉറങ്ങി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം കേട്ടോ.
അടുത്ത സീനിൽ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത്. സുധി വിഷമിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല മോനെ നിൻ്റെ ജോലി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സുധി പറയാണ്, ആ കഴിഞ്ഞു അമ്മേ, എല്ലാം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ആ എനിക്കറിയാം, എൻ്റെ മോൻ വലിയ ബുദ്ധിശാലി ആയതുകൊണ്ടിട്ട് 6 മണി വരെ നിന്ന് ചെയ്യേണ്ട ജോലി പെട്ടെന്ന് തീർത്തിട്ട് വന്നില്ലേ, അമ്മയ്ക്കറിയാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അമ്മയോട് സുധി പറയാണ്, അമ്മ ഒന്നിരുന്നേമ്മയെന്ന് പറയാണ്. അങ്ങനെ അമ്മ ഇരുന്നിട്ട് അമ്മയുടെ മടിയിലേക്ക് സുധി കിടക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, എന്താ മോനെ നിനക്ക് പറ്റിയത്? അമ്മേ എന്തിനാ അമ്മ എന്നെ ഇത്രയധികം പഠിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? നീ പഠിച്ച പഠിപ്പിന് നീ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല, വലിയൊരിടത്ത് നിൽക്കേണ്ട ആളാണ്. കഴിഞ്ഞ ദിവസം ശ്രുതിയും നിന്നോട് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അതൊന്നും അല്ലമ്മേ, എൻ്റെ അത്രയും പഠിക്കാത്തവന്മാരെ അവന്മാർ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും പഠിച്ചിട്ടും ഒന്നും എത്താൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. എടാ മോനെ ശ്രുതി, കഴിഞ്ഞ ദിവസം ശ്രുതി പറയുന്നത് കേട്ടില്ലേ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിക്ക് നിനക്ക് ഒരുപാട് ഉയർച്ചയിലെത്താനായിട്ട് പറ്റും, നീ വലിയൊരു ഷോറൂമൊക്കെ വെച്ച് അതിൻ്റെ മുതലാളിയായി മാറുമെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അതിന് പിന്നെ അമ്മേ ജോലി വേണ്ടേ, ജോലി എനിക്ക് പോയി എന്ന് പറയാണ്. ഇത് കേട്ടതും ചന്ദ്ര ആകെ കൂടെ ഞെട്ടുകയാണ് കേട്ടോ. എടാ ശ്രുതി, അമ്മേനെ പേടിപ്പിക്കില്ലേ, നീ തമാശ പറയില്ലേ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി പറയാണ്, അല്ലമ്മേ ഞാൻ തമാശ പറഞ്ഞതല്ല അമ്മേ. അപ്പോൾ നടന്ന കാര്യമൊക്കെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രൻ നെഞ്ചത്തടിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പൂജാ റൂമിൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭഗവാനെ എന്തുകൊണ്ടാണ് എൻ്റെ മോന് മാത്രം ഇങ്ങനെ വരുന്നത്, എൻ്റെ മോനൊരു നല്ല ഗതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രൻ മോനോട് പറയുകയാണ്, മോനെ നീ വിഷമിക്കേണ്ടടാ, എന്നാലും നീ ആ വീട്ടിലെ വേലക്കാരനാണോടാ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എൻ്റെ മോനെ നീ പഠിച്ച പഠിപ്പിന് ഇതനുസരിച്ചുള്ള ജോലിയല്ല നിനക്ക് വേണ്ടത്, എന്നിട്ട് അവർ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ, എന്തായാലും ഞാൻ വിചാരിച്ചു നീ ഈ ജോലിയിലെങ്കിലും സ്ഥിരമായിട്ട് പോവും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുമാനം നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ആ വീടിൻ്റെ പത്രം മീൻസ് വീടിൻ്റെ ആധാരം വരെ നിന്നെ വിശ്വസിച്ച് പണയം വെച്ചേക്കല്ലേ, ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞ എൻ്റെ ദൈവമേ എന്താവോ എന്തോ. അല്ലെങ്കിൽ തന്നെ ആ പണയക്കാരനാണെങ്കിലോ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്, സച്ചിനെ മോയാൾക്ക് അറിയാം, എങ്ങാനും അവൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല, അതിനിടയിൽ നിനക്കുള്ള ജോലിയാണെങ്കിൽ അതും പോയി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, അല്ലമ്മ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യില്ല, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തോളാന്ന്, എങ്കിൽ മാത്രമാണ് എൻ്റെ ജോലി പോകാതിരിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ചന്ദ്ര ആകെ അന്തം വിട്ട് കുന്തം വിഴുകിയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. മോനെ എന്ത് തന്നെയായാലും ഇതാരും അറിയാതെ നമ്മൾ നോക്കണം. അപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, എടാ നീ ശ്രുതിയോട് പറഞ്ഞോ ഇത്? അവളോട് പറയാൻ വേണ്ടി ഞാൻ പാർലറിൽ ചെന്നു, പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല, എന്തായാലും വന്നിട്ട് പറയണം, അവളോട് പറയണത് എങ്ങനെയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തായാലും എൻ്റെ കൂടെ ഒന്ന് അമ്മയും കൂടെ പറയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എടാ പൊട്ട, ആദ്യം അവളോടാണ് പറയാതിരിക്കേണ്ടത്, അവൾ ഇതറിയരുതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അല്ല അവളോട് എന്തിനാ പറയാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എടാ മണ്ട, നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് ഓർത്തിട്ട് അവൾ ഭയങ്കര അധികം സന്തോഷിച്ചിരിക്കുകയാണ്, എന്തായാലും നിൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞാൽ അവൾ അധികം വിഷമിക്കുവാടാ, അതുകൊണ്ടാണെന്ന് പറയാണ് കേട്ടോ. അമ്മ അവൾക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരില്ല, ഞാൻ ഇതിക്ക് മുമ്പ് ജോലി പോയി എന്ന് പറഞ്ഞപ്പോൾ അവൾ വളരെ കൂളായിട്ടാണല്ലോ അത് ഹാൻഡിൽ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, എടാ അവൾ അന്ന് കല്യാണത്തിന് മുൻപ്, ഇപ്പോഴാണെങ്കിൽ നീ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ടേ ജോലിക്ക് പോകുന്നുള്ളൂ, അത് തന്നെ നീ സ്ഥിരമായിട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നിനക്കുള്ള വിലയും കൂടെ അവൾ തരില്ല. മാത്രമല്ല സച്ചിയാണെങ്കിൽ നിന്നെ കാണുമ്പോൾ ആ പൈസയുടെ കണക്ക് ചോദിക്കുമ്പോൾ അവൾ അത് വിഷമിച്ച് എന്നോടാണ് വന്ന് പറയുന്നത്, അങ്ങനെയുള്ളപ്പോൾ ജോലിയും കൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള മര്യാദ കൂടി അവൾക്കില്ലാണ്ടാവും. എടാ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരെ പോലും ഇപ്പം ഒരു പണിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ പോലും വകവെക്കുന്നില്ല, ഇവളാണെങ്കിൽ ജോലിക്ക് പോകുന്നവളല്ലേ, അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെ വകവെക്കാനായിട്ടാടാ നിനക്ക് ജോലിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതുകൊണ്ട് നീ അവളോടൊന്നും പറയരുത്, ആദ്യം തന്നെ നീ പോയിട്ട് മറ്റേതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, ആ ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് അവളോട് സംസാരിക്കാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അപ്പോൾ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ, ആദ്യം നീ മറ്റൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമെന്ന് പറയാണ്. നിനക്ക് മറ്റൊരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അവളോട് സമാധാനത്തോടുകൂടി പറഞ്ഞോളാം, അപ്പോൾ അവൾക്കത് മനസ്സിലായിക്കോളും എന്ന് പറയാണ്. ശരി അമ്മേ, അത് മതി എന്ന് പറയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ പറ്റിച്ചിട്ട് പോയൊരു പെണ്ണില്ലേ പൈസയായിട്ട്, അവളെക്കുറിച്ചിട്ട് നീ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തില്ലേ, ഇനി അവളെ കണ്ടു കിട്ടിയോന്നുള്ളത് നീ അന്വേഷിക്കുക, ആ പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ സമയത്ത് ഉപകാരപ്പെടും, എന്തായാലും നീ ഇരിക്കെ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോവുകയാണ്. നമ്മുടെ ശ്രുതിയും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ.
അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഹാളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ശ്രുതി, ഇന്നെന്താ നിൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ഇന്ന് എൻ്റെ ജോലി പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, സോറി കേട്ടോ ശ്രുതി, നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് എങ്ങും പോവില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അല്ല, എന്തിനാ ശ്രുതി നീ എന്നെ അന്വേഷിച്ച് വന്നേന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, അത് പിന്നെ ഞാനേ ഉച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ചിന് പോകാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറയാണ്. അല്ല ശ്രുതി, നിൻ്റെ മുഖം ആകെ ഡള്ളായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ, പനി വരാൻ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഇത് പറയാനായിട്ട് ഇങ്ങനെ വായിന്ന് വീഴാൻ പോകുന്നതും നമ്മുടെ ചന്ദ്രവേഗം തന്നെ പറയുകയാണ്, അത് പിന്നെ മോളെ അവനെ ഓഫീസിൽ നിന്ന് കുറേ നേരം നിന്നിട്ടുള്ള വർക്കായിരുന്നു, അതുകൊണ്ടാണ് ഡള്ളായിട്ടിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും പറയാണ് കേട്ടോ, അതെ ഒരുപാട് ക്ലയൻറ്റുകളുണ്ടായി, അത് തന്നെ ഞാൻ ഡള്ളായിട്ടിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര മരുമകളോട് പറയാണ്, മോള് വന്ന കാലത്ത് തന്നെ നിൽക്കാതെ മോള് ഇരിക്കുക, മോൾക്ക് എന്തായാലും ജ്യൂസ് ഇട്ടിട്ട് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയാണ്. രേവതി ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പണിയൊക്കെ അവൾ ചെയ്തോളായിരുന്നു, ഇപ്പോൾ എനിക്കാണ് പണി കൂടുതലായെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ആൻറ്റി ഞാൻ വേണമെങ്കിൽ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, വേണ്ട മോളെ, നീ ഒന്നും ചെയ്യണ്ട, നീ ആ പാർലറിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, രേവതിയെ പോലെ നീ വെറുതെ ഇരിക്കുന്നവളാണോ? അല്ല, പാർലർ വളർത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അതെ ആൻറ്റി, ഞാൻ പാർലറിൽ കുറച്ചുകൂടെ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു, എന്തായാലും പാർലർ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ ശ്രുതി അമ്മായിയമ്മയോട് പറയണേ, ഞാൻ എന്തായാലും ഭാഗ്യമുള്ളവളാണ്, ഇത്രയും നല്ലൊരു അമ്മായിയമ്മയെ എനിക്ക് കിട്ടിയാലോ. സാധാരണ അമ്മായിയമ്മമാർ മരുമക്കളോട് പണിയെടുക്കാൻ പറയും, മരുമക്കൾ വെച്ചുണ്ടാക്കാൻ പറയും, പക്ഷെ എൻ്റെ അമ്മായിയമ്മ എനിക്ക് വെച്ചുണ്ടാക്കി കൊണ്ട് തരുന്നില്ലേ, എന്തൊരു സ്നേഹമുള്ള അമ്മയാണ്, എനിക്ക് മറ്റൊരു അമ്മയാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ആകെ പൊങ്ങി അങ്ങ് ആകാശമുട്ടെത്താണ് കേട്ടോ. എന്തായാലും ആൻറ്റി ആദ്യം തന്നെ എനിക്ക് തന്നിരിക്കുന്ന ആ പൈസ ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണം. പിന്നെ ഇപ്പോൾ ശ്രുതിയാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഇത് കേട്ടതും ശ്രുതിയുടെയും ചന്ദ്രയുടെയും മുഖത്ത് ഒരു ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വെച്ചിട്ട് നമുക്ക് എത്രയും വേഗം വേണമെങ്കിൽ ലോൺ അടച്ച് തീർക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ടാൽ ചന്ദ്ര പറയുകയാണ്, അതിനെയൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം മോളെന്തായാലും ഒരിക്കലും ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് എടുക്കാനായിട്ട് ചന്ദ്ര പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ്. രവീന്ദ്രൻ യൂണിയൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ എല്ലാ ദിവസവും യൂണിയൻ ഓഫീസിൽ തന്നെയുള്ള കിടപ്പും കുടിയൊക്കെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, ഞാൻ യൂണിയൻ ഓഫീസിൽ തന്നെ കഴിച്ചു. അല്ല ശ്രുതി, നീ എന്താ നേരത്തെ വന്നോ, നീ ജോലിക്കൊന്നും പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ പതറാണ് കേട്ടോ. അച്ഛൻ ഞാൻ പോയി, പെട്ടെന്ന് കഴിഞ്ഞു, പെട്ടെന്ന് വന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്, 1,00,000 രൂപ അയാൾ തരാമെന്ന് പറഞ്ഞത് തന്നില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, അതൊക്കെ തന്നോളും, അതൊക്കെ വന്നോളും, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. പിന്നെ ഇന്ന് സച്ചി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, നീ പാത്രമൊക്കെ കഴുകി വെച്ച് കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് കേട്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, പിന്നെ അവൻ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് എനിക്കെങ്ങനെ അറിയാനായിട്ടാണ്? എടേ, അവൻ വന്നാലും വന്നില്ലെങ്കിലും കുറച്ച് ഭക്ഷണം മാറ്റി വെക്കണ്ടേ, അവൻ വരും എന്നുള്ളത് അറിയാലോ എന്ന് പറയാണ്. എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കിയിട്ട്, അവൻ ഭക്ഷണം കഴിച്ചോ ഇല്ലെന്നുള്ളതൊന്നും അറിഞ്ഞൂടാ, എന്തായാലും അവനെ വിളിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. വിളിക്കുന്ന സമയത്ത് ചന്ദ്ര അതുപോലെ തന്നെ ശ്രുതിയും കൂടി അടുക്കളയിലേക്ക് അങ്ങ് നീങ്ങുകയാണ്. ആ സമയത്ത് സച്ചിയോട് അച്ഛൻ ചോദിക്കുകയാണ്, എടാ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അച്ഛാ ഞാൻ ഭക്ഷണം കഴിച്ച കിടക്കുകയാണ്, നല്ല വയറ് നിറച്ച് കഴിച്ചു വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറി നമ്മുടെ രേവതി വെച്ചതാന്ന് പറയാണ്. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കുകയാണ്, അപ്പം നീ രേവതിയുടെ വീട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചന്ദ്ര ഓടിപ്പാഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അത് ശരി, സച്ചി ഇപ്പോൾ അവളുടെ വീട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട രവീന്ദ്രൻ പറയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ്. അങ്ങനെ സച്ചിയോട് ചോദിക്കുകയാണ്, നീ എന്തായാലും വയറിറച്ച് ഭക്ഷണം കഴിച്ചല്ലോ മോനെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ഞാൻ കഴിച്ചു വെച്ചാൽ അച്ഛനിപ്പോൾ വീട്ടിലാണോ, അച്ഛൻ ഇങ്ങോട്ട് വന്നൂടെ, ഇപ്പോഴും മീൻകറി ബാലൻസ് ഇരിപ്പുണ്ട്, ഞാൻ എന്തായാലും രാത്രി വരികയാണെങ്കിൽ അച്ഛന് കൊണ്ടുതരാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ്, നീ ഇപ്പോൾ രാത്രി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അറിയില്ല അച്ഛാ, ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ കൂടും, കാരണം ഓട്ടോ ഒന്നും വന്നിട്ടില്ല, അപ്പോൾ പിന്നെ ഓടിപ്പിടിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ, ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയുടെ ഉള്ളിൽ എന്താ പറയണ ഇടിവാളിലടിക്കുകയാണ്. കാരണം ചന്ദ്ര രേവതിയും സച്ചിയും ഒന്നിച്ചിരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ രേവതിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് 1 മാസത്തേക്ക്. അപ്പോൾ ഈ 1 മാസം കൊണ്ട് തന്നെ ശ്രുതി ഗർഭിണി ആവണം എന്നുള്ളതാണ് നമ്മുടെ ചന്ദ്രയുടെ ആഗ്രഹം. സച്ചിയിലും മുൻപായിട്ട് ശ്രുതിക്ക് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ നമ്മുടെ ചന്ദ്ര കാണിച്ചു വെക്കുന്നത്. അപ്പോൾ ചന്ദ്രയുടെ ഉള്ളങ്ങ് കത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, ചന്ദ്ര രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ, അവൻ മിക്കവാറും വരുമൊന്നുമില്ല, രേവതിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടോടനെ തന്നെ ചന്ദ്ര ചോദിക്കുകയാണ്, ഇതെന്ത് കൂത്താണ്,
കർക്കിടക മാസത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ അവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവനും കൂടെ പോയിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിൽ എന്തർത്ഥം ഇരിക്കുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ഓ അവൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അവളുടെ കൂടെ കഴിയുന്നു, എന്നെയും ശ്രുതിനെയും മാത്രം എന്തിനെങ്ങനെ പിരിച്ചു വെച്ചിരിക്കുന്നത്, ശ്രുതി ഇനി മുതൽ എൻ്റെ റൂമിലിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കും. അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, നീ എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്, ഇതൊക്കെ പഴയ കാലത്തെ ആചാരമല്ലേ, അത് ഇഷ്ടമുള്ളവരെടുത്താൽ മതി, ഇഷ്ടമില്ലാത്തവരെ എടുക്കണ്ട, ഇനിയിപ്പോൾ ഇതിനെ ചൊല്ലി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ്. സച്ചി കിടക്കുകയാണ് കേട്ടോ റൂമിൽ. അപ്പോൾ രേവതിയാണെങ്കിൽ റൂമിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ സച്ചിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ്, എന്തേ ചേച്ചി ചേട്ടന് താരാട്ടുപാടി ഉറക്കാനായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അമ്മ വരികയാണ്, മരുമകൻ എഴുന്നേറ്റില്ലേടി, വേഗം എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകാൻ പറ. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, അവർ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, രാവിലെ ഇത്രയും നേരം ഒന്ന് കിടക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി അമ്മയോട് ചോദിക്കുകയാണ്, അവർ ഉറങ്ങുന്നതാണോ പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതാണോ പ്രശ്നം, അമ്മയുടെ പ്രശ്നം ശരിക്കും എന്താണെന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ലടി, നീയല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ മരുമകൻ ഇവിടുന്ന് പോകുന്നു, പക്ഷേ ഇപ്പോൾ എഴുന്നേക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അനിയത്തി ചോദിക്കുകയാണ്, അതിനിപ്പോൾ ചേട്ടൻ ഇവിടെ വന്നത് എങ്ങനെയാണ് അമ്മ അവരുടെ അമ്മ അറിയാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറയാണ്, അത് എങ്ങനെയെങ്കിലുമൊക്കെ അവരറിയും, അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ്, അറിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയാണ്, നീ അങ്ങനെയൊന്നും പറയല്ലേടി, ഒന്ന് ചെന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറയാണ്. രേവതി പറയണം, ഉറങ്ങുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ അമ്മ എന്ന് എഴുന്നേൽപ്പിക്കാൻ പറയാണ്. അമ്മ പറയണം, അയ്യോ ഞാനെങ്ങനെയാണ് ചെന്ന് എഴുന്നേൽപ്പിക്കുക, ഇടി ഞാൻ പറയുന്നൊന്ന് നീ മനസ്സിലാക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും സച്ചി വേഗം തന്നെ തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയണം, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അമ്മ ഇങ്ങനെ അലാറം വെക്കുന്ന പോലത്തെ ശബ്ദത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറക്കം കെടും എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന അനിയത്തി പറയാണ് കേട്ടോ, എന്തായാലും എൻ്റെ ഒരു ഊഹാപോഹം ശരിയാണെങ്കിൽ ചേട്ടൻ ഇനി രാത്രി എഴുന്നേൽക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും രേവതിയുടെ അമ്മാകെ ഞെട്ടുകയാണ്. ആ സമയത്ത് അനിയനാണെങ്കിൽ പാലുമായിട്ട് വരികയാണ്. ചേച്ചി എന്താണെന്ന് പറഞ്ഞോട്ട്. അപ്പോഴേക്കും അനിയനോട് രേവതി പറയണ്ട, എടാ നീ ഒന്ന് ഒച്ച കുറക്ക്, ചേട്ടൻ ഉറങ്ങുന്നത് കണ്ടില്ലേ, ഇനിയിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവൂടാന്ന് പറയാണ്. എന്തായാലും ഈ പാലും കൊണ്ടുപോയിട്ട് കാച്ചിച്ച് കായയാക്കി അമ്മയെന്ന് പറയാണ്. ഇത് കേട്ടതിന് രേവതിയുടെ അമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്തായാലും അപ്പോഴേക്കും സച്ചിക്ക് കോൾ വരികയാണ്. സച്ചി ഞെട്ടി എഴുന്നേൽക്കുകയാണ്, എന്താ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, ടെൻഷനാവേണ്ട സച്ചി ചേട്ടാ, അത് കോൾ വന്നാണെന്ന് പറയാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും സച്ചിക്കൊരു ഓട്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ വരാമെന്ന് പറയുകയാണ് സച്ചി. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാവട്ടെ. രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്, മോനെ ഓട്ടം വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ആ ഓട്ടം വന്നതാണ്. അപ്പോൾ രേവതി പറയുകയാണ്, കുറച്ചു നേരം കൂടെ കിടന്നു ഇന്ന് ഓടാൻ പോകണ്ടെന്ന് വെച്ചാൽ പോരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രേവതിയുടെ അമ്മ പറയുകയാണ്, എടി അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളെപ്പോലുള്ളവർക്ക് എന്നും അധ്വാനിച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ, നീ അപ്പോൾ സച്ചിയോട് ഓട്ടം പോകല്ലേ എന്ന് പറയല്ലേ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, വാടക അടയ്ക്കണം, എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ചായ എടുത്തുകൊണ്ട് വരാം, അതിനുശേഷം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, എങ്കിൽ പിന്നെ അത് മതി രേവതി, വേഗം പോയിട്ട് നീ ചായ എടുക്കുക, അപ്പോഴത്തേക്കും ഒരു ഉഷാറ് കിട്ടും, ഞാനെങ്കിൽ മുഖം കഴുകിയിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ചായ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ അനിയത്തി വന്നിട്ട് ചോദിക്കുകയാണ്, ഓ ചേച്ചി ചേട്ടനോട് നിന്ന് പോകുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി പറയുകയാണ്, ഇല്ലടി എനിക്കിഷ്ടമില്ല, ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ പറയുകയാണ്, ആവശ്യമില്ലാത്ത ആഗ്രഹമൊന്നും ഇപ്പോൾ വേണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ രേവതി ചായയായിട്ട് വരാനായിട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ സച്ചി പറയണം, അയ്യോ കുടിക്കാൻ സമയമില്ല, ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് തന്നെ കുടിച്ചോളാം, ഇനിയിപ്പോൾ ബ്ലോക്കാവും, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, രേവതി മീൻകറി ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു, ഇനി ബാലൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, ഉണ്ടെന്ന് പറയാണ്. എന്തായാലും ഞാൻ രാത്രി വരാം, നീ എന്തായാലും അത് ചൂടാക്കി വെച്ചേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ഞാനിവിടെ വന്നിട്ട് കഴിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി പറയാണ്, ഉറപ്പായിട്ടും ഞാൻ ചൂടാക്കി വെച്ചേക്കാന്ന് പറയാണ്. ഇത് കേട്ട രേവതിൻ്റെ അമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുക കേട്ടോ. അങ്ങനെ രേവതിൻ്റെ അമ്മ ആകെ വളിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഓട്ടത്തിന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ രേവതി അമ്മയോട് പറയുകയാണ്, എന്തായാലും ഞാൻ സച്ചേട്ടൻ്റെ വഴിയിൽ ഇങ്ങനെ ടാറ്റ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ അമ്മയാണെങ്കിൽ ആകെ ടെൻഷനാവാണ്. ആ സമയത്ത് അനിയത്തി വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ നമുക്ക് സച്ചേട്ടൻ എന്തായാലും വൈകുന്നേരം വരുമല്ലോ, അപ്പോൾ മീൻ കറിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അനിയൻ പറയുകയാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം, രണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിയോടൊപ്പം കഴിക്കാമെന്ന് പറയുകയാണ്. അമ്മ ആകെ ടെൻഷനാവാണ്. അമ്മ പറയുകയാണ്, ദൈവമേ ഇനി വൈകുന്നേരവും കൂടെ വരുമല്ലോ, ഇനി വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളാവോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് കേട്ടോ, അതിനിപ്പോൾ എന്താ വൈകുന്നേരം വരട്ടെ, ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ തങ്ങട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അടുത്ത സീനിൽ രേവതി സച്ചിയെ പറഞ്ഞു വിടാനായിട്ട് വണ്ടിയുടെ അടുത്ത് വരികയാണ്. സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗജാനന്ദൻ്റെ ഗുണ്ടകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സച്ചി പോവുകയാണ്, രേവതി മാത്രമേ ഉള്ളൂ, ഇന്ന് എന്തായാലും ആ വീട്ടിലോട്ട് കയറണം, അവൻ തന്നീന് പണി തിരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ എന്നിങ്ങനെ ഗുണ്ടകൾ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി കാറിൻ്റെ അകത്ത് കയറുമ്പോൾ സൈഡ് മിററിലൂടെ ഇവർ നിൽക്കുന്നത് കാണുകയാണ് സച്ചി. വേഗം തന്നെ സച്ചി എന്തോ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് രേവതിയോട് പറയാണ്, രേവതി എൻ്റെ കയ്യിൽ വാച്ച് എടുത്തില്ല, നീ ആ വാച്ച് എടുത്തിട്ട് വരാൻ പറയാൻ കേട്ടോ. അങ്ങനെ രേവതിയും
വാച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സച്ചി നിൽക്കുന്നത്. സച്ചി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഗുണ്ടകൾ മനസ്സിലാക്കിയിട്ടുമില്ല കേട്ടോ. അങ്ങനെ രേവതി വാച്ചെടുക്കാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മ ചോദിക്കുകയാണ്, അല്ലടി മരുമോൻ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വാച്ച് മറന്നു വെച്ച് വാച്ച് തിരിച്ചു കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, ഓ സമാധാനമായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ചി അകത്തേക്ക് കയറി വരികയാണ്. അപ്പോഴത്തേക്കും എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, അത് പിന്നെ ഞാൻ ഓട്ടോ വേറൊരാൾക്ക് കൊടുത്തു, ഞാൻ എന്തായാലും ഒന്നും പോകുന്നില്ല, കുറച്ച് ടയേർഡും ആയിട്ടുണ്ട്, മാത്രമല്ല വണ്ടിക്ക് എന്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, നാളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കാൻ തുടങ്ങാണ്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതിയുടെ അമ്മയുടെ പക്കത്ത് പിന്നെയും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയൽവക്കത്തെ കുറേ സ്ത്രീകൾ ആ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് നമ്മുടെ സച്ചിനെ കാണുന്ന സ്ത്രീകൾ ചോദിക്കുകയാണ്, അല്ല കർക്കിടക മാസത്തിൽ മോളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും സച്ചിയും കൂടെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, എനിക്ക് ഭക്ഷണം തരാനായിട്ടും വീട്ടിൽ ആരുമില്ല, പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, എന്തായാലും രേവതി ഒരു മീൻകറി വെച്ച് പൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അതിലൊരു സ്ത്രീ പറയാണ്, ഇതേ കേട്ടോ രേവതി, നിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ സച്ചി ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിരിക്കുന്നു, നല്ല കാര്യമായി എന്ന് പറയണം. അപ്പോൾ അതിലൊരു സ്ത്രീ പറയുകയാണ് കേട്ടോ, കർക്കിടക മാസത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നുള്ളത് അറിയില്ലേ? രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് രേവതിയുടെ അമ്മ ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ സ്ത്രീകളിൽ ഒരാൾ പറയണം, പിന്നെ ഈ കാലത്ത് അതൊക്കെ ആചരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ശരിക്കും നമ്മുടെ നാട്ടോട്ടൊക്കെ കർക്കിടകത്തിന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. തമിഴ്നാട്ടിലെങ്ങനെയാണെന്നുള്ളതും അറിയില്ല, നമ്മുടെ നാട്ടിലുണ്ടോ ആവോ അറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. അതിനിടയിൽ ചായ വരുന്നു, ചായ കൊടുക്കുന്നു, എല്ലാവരും എടുക്കുന്നു. ആ സമയത്ത് സച്ചിനെ പുകഴ്ത്താണ് കേട്ടോ ഇവർ. എന്തായാലും മോൻ പലിശക്കാരനെ നന്നായിട്ട് അടിച്ചത് കാരണം, മിരട്ടിയത് കാരണം ഇപ്പം ഞങ്ങൾക്ക് അയാളിൽ നിന്ന് ഇച്ചിരി സമാധാനമൊക്കെ ഉണ്ട്, എന്തായാലും നല്ല കാര്യമാണ് മോന ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോദിക്കുകയാണ് നമ്മുടെ സച്ചിനെ. അങ്ങനെ സച്ചിയും വന്നിരിക്കുന്ന സ്ത്രീകളൊക്കെ കൂടി ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചിനോട് ഒരുപാട് കഥകളൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിൻ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം, അല്ലെങ്കിലും സച്ചിമോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചിരിക്കാനായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചിൻ ഭയങ്കര എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ രേവതിയുടെ അമ്മയുടെ മുഖത്തിന് മാത്രം വലിയ തെളിച്ചൊന്നുമില്ല. അവരിങ്ങനെ ദേഷ്യത്തിൽ കണ്ണുരുട്ടി രേവതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രേവതിയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിതുപോലെ മാക്സിമം പത്തരമാറ്റിൻ്റെയും ചെമ്പനീർ പൂവിൻ്റെയും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ തൊണ്ട പോയി, ചില സാഹചര്യങ്ങളിൽ റേഞ്ച് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും, അപ്കമിങ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പേരൊക്കെ എഴുതിയിരിക്കുന്ന സംഭവമില്ലേ, തമ്പനയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തമ്പനയിൽ ഞാൻ നീക്കം ചെയ്യും കേട്ടോ. പക്ഷേ താഴെ നിങ്ങൾക്ക് ഈ പറയുന്ന ആദർശെന്നോ നയനാന്നോ അല്ലെങ്കിൽ രേവതിന്നോ സച്ചിന്നോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ചെമ്പനീർ പൂവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തമ്പനയിൽ നീക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്ട്രൈക്കൊക്കെ വരാം, ചാനൽ പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു.